പരിശുദ്ധ പരമദ്വ്യകാരുണ്യത്തിന് സദാകാലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകണേ നിത്യവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സദാ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സദാ ഓ ദിവ്യകാരുണ്യനാഥ, ഓ എൻ്റെ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ എൻ്റെ ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എളിയവരും ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ഈ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ.
ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിസ്സാരരായ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയെ ആരാധിക്കുവാനായി അണഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ആരാധന വേളയിൽ നമുക്ക് പങ്കെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, എൻ്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു. നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ നിന്റെ മുൻപിൽ ആയിരിക്കുന്നു. അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുറവുകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ രോഗങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കടങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നുവല്ലോ. ഓ എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ഈ അവസ്ഥയെ വിശുദ്ധീകരിക്കണമേ. തിരുച്ചോരയാൽ കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. കൊറോണ എന്ന സാംക്രമിക രോഗം, മഹാമാരി ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുവാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുൻപിൽ ആയിരിക്കുന്ന നമുക്ക് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം തേടിയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും, പല മാധ്യമങ്ങൾ വഴി ഈ ആരാധന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നാഥ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. അങ്ങയുടെ തിരുച്ചോരയിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരുന്നു. അങ്ങയുടെ കരുണയ്ക്കും അനുഗ്രഹത്തിനും പാത്രനായി തീരുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ ദേശത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാംക്രമിക രോഗത്തെ, കൊറോണ രോഗത്തെ, കർത്താവെ, അതുമായി ബന്ധപ്പെട്ട് പീഡ അനുഭവിക്കുന്നവരെ, ഭീതിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും, ഓരോ ദേശത്തെയും ഓരോ രാജ്യത്തെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പല ദേശങ്ങളിലെ അങ്ങയെ ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് ഈ ദേശത്തെ, ഈ രാജ്യത്തെ രക്ഷിക്കണമേ.
ഓരോ രാജ്യത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ അങ്ങേക്ക് മഹത്വം. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ ഓർത്തുകൊണ്ട് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയ്ക്ക് മുമ്പിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം.
അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ, അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ ഒന്നുമല്ല എന്ന് നാം തിരിച്ചറിയുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. ഓ എൻ്റെ ഈശോയെ, സകലവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ നാടിനെയും രക്ഷിക്കണമേ. പ്രാർത്ഥനാ സഹായം തേടിയിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവേ, സകലവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ. അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ തിരുശോരയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ. നിസ്സാരനും പാപിയുമായ എന്നിൽ അങ്ങയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആത്മാവിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നേ ദിവസം തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യേ പടർന്ന് പന്തലിക്കുന്ന ഈ സാംക്രമിക രോഗം അങ്ങയുടെ ശക്തമായ കരങ്ങളുടെ കീഴിൽ നിർവീര്യമാകട്ടെ. ഈ ലോകത്തിൻ്റെ മേലും ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. മനുഷ്യന്റെ കഴിവുകളിൽ ആശ്രയിച്ചിരുന്ന ഞങ്ങളെ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മുടെ ആശ്രയം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ കരുണ നമ്മുടെ മേലും, നമ്മുടെ കുടുംബത്തിൻ്റെ മേലും, നമ്മുടെ ദേശത്തിൻ്റെ മേലും ധാരാളമായി ഉണ്ടാകുവാൻ നമുക്ക് ചേർന്ന് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്ത് പിതാവേ ഞങ്ങളുടെ മേൽ
ഇത്രയും ചെറിയൊരു വൈറസിന് മുൻപിൽ വെപ്രാളപ്പെട്ടു നിൽക്കുന്ന ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന് ശക്തി യാചിച്ചുകൊണ്ട്, ആത്മാവിൽ നിറയുവാനായി, സൗഖ്യം കാണുവാനായി, അത്ഭുതങ്ങൾ കാണുവാനായി വിശ്വാസത്തോടെ 91 സങ്കീർത്തന ഭാഗം നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 91 കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. തിരുവചനമാണ് നാം ശ്രവിച്ചത്. സ്നേഹമുള്ളവരെ, ഓർക്കുക കർത്താവിൻ്റെ വാഗ്ദാനം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഈ ആരാധനയിലൂടെ ഈശോയുടെ സാന്നിധ്യം അല്പമെങ്കിലും നാം അനുഭവിക്കുവാൻ ശ്രമിച്ചു. ഈ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ഈശോയോട് പറയാം, അങ്ങുമായി സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ കഴിയാതിരുന്ന ഒത്തിരി നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
കണക്കിലെടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമാകുന്ന ഈശോയെ, എളിയവനും പാപിയും നിസ്സാരനുമായ എനിക്ക് അങ്ങയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുവാൻ കൃപ നൽകണമേ. മൗനമായി ഈശോയെ കണ്ടുകൊണ്ട്, നമ്മുടെ കണ്ണുകൾ ഈശോയിൽ ഉറപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കാം. നമ്മുടേതായ എല്ലാ കഷ്ടപ്പാടുകളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ രോഗങ്ങളെയും അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം തേടിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായി നാം ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഈ ലോകത്തിൽ നിന്ന്, ഈ ദേശത്ത് നിന്ന് കൊറോണ എന്ന രോഗം വിട്ടുപോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം. മാനവരേ മോദമോടെ വാദനി വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യനിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ